അതെ, ഒരുപാട് പേര് മെസ്സേജ് അയച്ചു അല്ലാണ്ട് വിളിച്ചിട്ടു അങ്ങനെ പിന്നെ എല്ലാം കാണുമ്പോൾ ഒക്കെ ചോദിച്ചിട്ടോ, നിങ്ങൾ എന്താണ് ഇത്ത വീഡിയോസ് ഇടാത്തത്, ഇങ്ങനെ ചെടികളെയും പൂക്കളെയും വീഡിയോസ് എന്താണ് ഇടാത്തത്, അപ്പോൾ പിന്നെ എന്ത് പറ്റി നിങ്ങൾക്ക്, ഞങ്ങൾ നിങ്ങളെ വീഡിയോസ് ദിവസവും നോക്കൂ, സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ്, കാണാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ വീഡിയോസ് കാണുന്നില്ല, നിങ്ങൾക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കൂട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു ഉത്തരവായിട്ടാണ് കേട്ടോ നമ്മളെ ഫോണ് പോയി കേടായിപ്പോയി പെട്ടെന്ന്. പക്ഷേ അത് 10-30,000 ഉറുപ്പിൻ്റെ അടുത്ത് നന്നാക്കാൻ വേണ്ടി അത് ഫ്രീ ആയിട്ട് നമുക്ക് നന്നാക്കി കിട്ടി. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ. അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും ഫാത്തിമ ചെമ്മീൻ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മളൊന്ന് വന്നത് ഏറെ കാലത്തിന് ശേഷമുള്ള സ്വാഗതം. കുറേ കാലം, അതായത് ഒരു നോമ്പ് 2 ആയാലും പോയി ഉണ്ടാവില്ലേ ഞങ്ങളെ ഫോണ് എന്താ പറയുക, പെട്ടെന്ന് ബ്ലാക്ക് സ്ക്രീന് വന്ന് പോയി. അങ്ങനെ നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോയി നോക്കുമ്പം നന്നാക്കണമെങ്കിൽ 10-30 ഉറുപ്പിയാവും. സംഭവം 27 അങ്ങനെ 28-29 അങ്ങനെയൊക്കെ പൈസയാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇപ്പോൾ പിന്നെ നന്നാക്കാന്ന് വെച്ചാൽ ഞങ്ങൾ അതിലും വലിയൊരു കുറച്ച് എന്താ പിന്നെ സംഭവങ്ങളിലിപ്പോൾ പൈസൻ്റെ ഒരു ഇത് ടൈറ്റ് വന്നുകൊണ്ട് ഫോൺ തൽക്കാലം നന്നാക്കാൻ നടക്കൂല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് ഫോണവിടെ എന്താ പറയുക കൊടുത്ത് അവിടെ തന്നെയായി. പിന്നെ ഫോണൊന്നും ഇല്ലാണ്ട് അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റാണ്ടായിപ്പോയി കേട്ടോ. അപ്പം പിന്നെ അപ്പോൾ ഒരു മാസം പോലെയായി നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യാണ്ട്, നമ്മളെ ചെടികളൊന്നും നിങ്ങളെ കാണിക്കാണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പം നമുക്ക് ഒരു 2-3 മഴ, നല്ല മഴ കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മഴ ആയാൽ പൂക്കളെ ഭംഗി പോവും, പിന്നെ കളറ് പോവും, പൂക്കൾ കുറയും. അപ്പോൾ നമ്മളെ ഗാർഡൻ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നമ്മളെ വീട്ടുമുറ്റത്തെ ഒരു ചെറിയ ചെടികളിലെ പൂക്കളിൽ ഇപ്പോൾ ഒരുപാട് പിന്നെ എന്താ പറയുക പൂക്കൾ കുറവാണ്. പിന്നെ അതുകൊണ്ട് പൂക്കളുടെ ഭംഗിയും കുറവാണ്. ഉള്ള പൂക്കളാണെങ്കിലും അതുപോലെ നമ്മളെ ഡ്രൈ കളറാണ് കേട്ടോ. ഡ്രൈ കളർ എന്ന് വെച്ചാൽ നല്ല വെയിലുള്ളപ്പോഴാണ് ആ ഡ്രൈ കളറിൽ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റും. 2 കളറിലായിട്ട് വരും. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് വയലറ്റിലാണ് മൊത്തം പൂക്കളുള്ളത്. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഈ ഇടമഴയാണല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന സമയം വരും. ആ ഒരു സമയത്ത് നമ്മളെ പൂക്കളൊക്കെ ഇതുപോലെ ഡ്രൈ കളറിൽ തന്നെയാട്ടോ വരിക. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഒന്ന് വേറെ തന്നെയായിട്ട് വരും. നമ്മളെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാം ഇതിൻ്റെ ഒരു ഭംഗിയുള്ള പൂക്കളായി തന്നെ നമ്മളെ വീഡിയോസിലുണ്ട്. ഇതിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഡ്രൈ കളർ ഇപ്പോൾ പൂക്കൾ വിരിയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ വർഷം വെയിൽ വന്നേരെ 4ാമത്തെ തവണയാണ് കേട്ടോ. ഈ ഒരു ചെടി നിങ്ങൾ വാങ്ങി വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടാവില്ല. അപ്പോൾ നമ്മളെ ചെടിയിലെ കുറച്ച് ചെറിയ ഒരു ഭാഗത്തുള്ള പൂക്കളാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. പിന്നെ അതുകൊണ്ട് നമുക്കൊരു പുതിയ വെറൈറ്റി പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂരിൻ്റെ 3-4 കളറ് അവൈലബിൾ ആണ്. പക്ഷേ നമ്മളെടുത്ത് ഈ ഒരു കളറേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ വർഷം വാങ്ങിയതാണ്. ഇത് കണ്ടോ, ശരിക്ക് വിരിയാണ്ട് കുറച്ച് ചുരുണ്ടൊക്കെ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കൾ കാണാൻ. ഇതിൻ്റെ പിങ്കും വേറെ ഏതൊക്കെ കളർ എല്ലാവരുടെ അടുത്തുണ്ട് ഒരുവിധ ആൾക്കാരെ. പക്ഷെ നമ്മൾ അങ്ങനെ എന്താ പറയുക വെറൈറ്റികൾ തരുന്നൊന്നും നമ്മൾ പോയിട്ടില്ല. നമ്മൾ പോണ സമയത്ത് ഏതെങ്കിലും വെറൈറ്റികൾ കിട്ടിയാൽ അത് സ്വന്തമാക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള കുറച്ച് പൂക്കളാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ പറഞ്ഞല്ല, മഴ ആയതുകൊണ്ട് പൂക്കൾ വളരെ കുറവാണ്. എന്നാലും ഉള്ള പൂക്കൾ കുറച്ച് 10 മണി പൂക്കളുണ്ട്. ഈ 10 മണി പൂക്കൾ അപാര ഭംഗിയാട്ടോ. പിന്നെ കുറച്ച് അടീനിയം പൂക്കളുണ്ട്. മഴയായാൽ പിന്നെ അടീനിയം പൂക്കളൊന്നും പൂക്കൂല. ഇനിയിപ്പോൾ ഈ മഴ കഴിഞ്ഞ് ഇപ്പോൾ ഈ 3-4 മഴ കിട്ടിയല്ലോ, ഇനി മഴ പെയ്യുമെന്ന് ഓർമ്മയില്ല. ഒക്കെ നമ്മുടെ പൂക്കളും ചെടികളും ഒക്കെ മുറ്റത്ത് തന്നെയാണുള്ളത്. മഴ വെയിലും എല്ലാം കൊണ്ടിട്ടാണുള്ളത്. അതുകൊണ്ട് ഓർക്കിഡാണെങ്കിലും ഒക്കെ വെയിലൊക്കെ കൊണ്ട് എന്താ പറയുക ഇലകളൊക്കെ കരിഞ്ഞ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ദിവസം വീഡിയോ ഉണ്ട്. അപ്പോൾ ഓരോന്നും നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ.